സഞ്ജു സാംസണിന്റെ നായകത്വ ശൈലി സഞ്ജു സാംസണെ പോലെയുള്ള ഒരു കളിക്കാരൻ ആ നിമിഷം ഉപയോഗിച്ച് കാംബോജിനെ ശാന്തനാക്കേണ്ടതായിരുന്നുവെന്നും റായിഡു കൂട്ടിച്ചേർത്തു. എന്നാൽ സാംസൺ പൊതുവെ ഇത്തരം സാഹചര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന ഒരു കളിക്കാരനല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസൺ ഒഴികെ കളിതന്ത്രങ്ങൾ മെനയാൻ കെൽപ്പുള്ള അധികം പേർ മൈതാനത്ത് ഉണ്ടായിരുന്നില്ല. അവൻ പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അല്പം അകലം പാലിക്കുന്ന ആളാണ്, പെട്ടെന്ന് ഇടപെടാറില്ല, റായിഡു പറഞ്ഞു. ആ ഘട്ടത്തിൽ ബൌളർമാരുടെ ചിന്താഗതി തിരിച്ചുവിടുക മാത്രമാണ് വേണ്ടത്. ആ സമ്മർദ്ദ നിമിഷത്തിൽ അവൻ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമായിരുന്നു. പ്ലേ ഓഫ് സാധ്യതകൾ പ്രതിസന്ധിയിൽ വലിയ മാർജിനിലുള്ള വിജയങ്ങൾ സ്വന്തമാക്കുകയും ഒപ്പം മറ്റു മത്സരങ്ങളുടെ ഫലങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകാൻ കാത്തിരിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമായതിനാൽ അപ്രതീക്ഷിതമായി പ്ലേ ഓഫിൽ പ്രവേശിക്കാനുള്ള CSKയുടെ സാധ്യതകൾ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കൂടുതൽ സഞ്ജു സാംസൺ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.